ഹായ് ഗൈസ്, കുട്ടിപ്പറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BPFA 2024 ബ്രദേഴ്സ് അൺലിമിറ്റഡ് ടൂർണമെന്റിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണി വീഡിയോ ആണ്. 18/8/2024 കല്യാൺ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടന്നിട്ടുള്ള ഈ ഒരു സെറിമണിക്ക് വേണ്ടി ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമ്മൻ എഞ്ചിനീയറിംഗ്, റിയാസ് ഫിസ്റ്റാൾ, ബി സ്ട്രോങ് ഫിറ്റ്നസ് ക്ലബ് ആൻഡ് ജിം, KMR ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ശ്രീ ശാസ്ത്ര ഇലക്ട്രിക്സ് കോയമ്പത്തൂർ, ശ്രീ സ്വാമി ഇലക്ട്രിക്സ് കോയമ്പത്തൂർ. സർട്ടിഫിക്കറ്റുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് രാഹുൽ കാവിൽപ്പാട്. ആയതുകൊണ്ട് നമ്മൾ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി വയനാട്ടിൽ നമ്മെ വിട്ടുതിരിഞ്ഞ കേരളത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരു മൗന പ്രാർത്ഥന. അപ്പൊ എല്ലാവരും അതിനെ പിടിച്ചു നിൽക്കുക. ഓക്കെ, പരിപാടിയിലെ സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ ടൂർണമെന്റ് കമ്മിറ്റിയിലെ കാഷ്യർ മുൻകാല പ്രാവസ്നേഹിയുമായ ആഷിഫ് ഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. നമ്മള് ഇന്നിവിടെ എത്തിച്ചേർന്ന പ്രദേശ് ഫിസിയോതെറാപ്പി അസോസിയേഷന്റെ സമാനത ചടങ്ങിലേക്ക് വന്ന എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം പറയുന്നു. പിന്നെ നമ്മളെ അധ്യക്ഷൻ സേരേട്ടൻ മറ്റെല്ലാവരോടും ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. നന്ദി, നമസ്കാരം. കോയമ്പത്തൂരിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന പ്രഭു, അതുമാതിരി നമ്മുടെ മുൻകാലങ്ങളിൽ പ്രാവെന്നാലെന്ത് എന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ മുത്തശ്ശന്മാരില് ഇന്നും പൂവാനന്മാരാണ് ആരോഗ്യമുള്ള നമ്മുടെ ഏക വ്യക്തി നമ്മുടെ മാണിക്കാട്ട്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് വന്ന ജ്ഞാനശേഖരൻ, എൻ്റെ പേര് ജ്ഞാനശേഖരൻ എന്നാണ്, ഞാനല്ല. ജ്ഞാനശേഖരനോട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ പ്രാവ് മത്സരങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പ്രാവ് മത്സരങ്ങളല്ല, മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ചെറിയ ആഴ്ചപന്തയങ്ങൾ, അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് എന്ന് പറയുന്നത് തന്നെ ഒന്ന് ചുണ്ണാമ്പുതറ, ഒന്ന് ഉലവക്കോട്. ആ കാലഘട്ടങ്ങളിൽ തന്നെ നല്ല രൂപത്തിൽ പ്രാവ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ള മുതുമുത്തശ്ശന്മാരിൽ തന്നെ വാപ്പ എന്ന് പറയും കുശലാരണ്ണൻ. ഇനിയും പഴയ ആളുകൾ ഇനിയുണ്ട്, എല്ലാവരുടെയും പേരുകൾ എനിക്ക് അറിയില്ല. ആ തലമുറയിൽ നിന്നും വന്നിട്ടുള്ള നമ്മുടെ ഒലവക്കോട് അയ്യൂബ് ചക്രവർത്തി, നമ്മുടെ ചക്രവർത്തി, അദ്ദേഹത്തെ. അതുപോലെ തന്നെ എന്റെ അനുഭവത്തിൽ തന്നെ ഒരു 30 വർഷം മുന്നില് പ്രാവ് വളർത്തുകാർക്ക് ഒപ്പത്തിനൊപ്പം
നമ്മൾക്ക് വേണ്ടി എന്തിനും ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾക്ക് വേണ്ടി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്നും നമ്മുടെ കൂടെ ഉറച്ച നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അച്ചായന് ഈ മേഖലയിൽ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് പാലക്കാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ 7 കമ്മിറ്റികൾ രൂപം കൊടുത്ത് അതിലെ എല്ലാ കമ്മിറ്റികളും ഈ 2 പേരെ തിരഞ്ഞെടുത്ത് ഇന്ന് ആ പ്രാവുകളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട്ടിലെ മുഴുവൻ കമ്മിറ്റികളെയും നമ്മൾ നേരിട്ട് സ്വീകരിക്കുകയുണ്ടായി. ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പുതുപ്രായ കമ്മിറ്റി, അതുപോലെ തന്നെ വെണ്ണക്കരയിലെ 2 കമ്മിറ്റികൾ, 2-3, അതുപോലെ മണപ്പുള്ളിക്കാവ്, കഞ്ചിക്കോട്, പിന്നെ നമ്മുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ സഹോദരൻ ഏഴരപ്പന്തയം, നമ്മുടെ കേരള തിയേറ്റർ തേനിമേട്, ആ കമ്മിറ്റിയിൽ നിന്നും ഇവിടെ ക്ഷണം സ്വീകരിച്ചിട്ടെത്തിയിട്ടുണ്ട്. ഷെഫീഖ്, അതുപോലെ കുറെ ആൾക്കാർ, എനിക്ക് വയസ്സായിട്ടുണ്ടോ എന്ന് സംശയം, 39 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് പോരായ്മകളുണ്ട്, അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചോളാം. അപ്പോ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ എൻ്റെ കൂടപ്പിറപ്പുകൾക്കും എൻ്റെ മുത്തച്ഛന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പൊ ആദ്യമായി നമ്മുടെ പ്രമോദ് അവരുടെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. அனைவருக்கும் வணக்கம். இங்கே மேடையில் அமர்ந்திருக்கும் அனைவருக்கும் இந்த பிரதர்ஸ் டோர்னமெண்ட் கமிட்டி சார்பாக எல்லாருக்கும் வணக்கம் சொல்லிக்கிறேன். இந்த டோர்னமெண்ட் நடத்துறது சாதாரண விஷயம் இல்லை. நானும் டோர்னமெண்ட் நடத்திக்கிட்டு இருந்தேன். ஒரு கமிட்டி ரன் பண்ணி அது ப்ரைஸ் கொடுக்குற வரைக்கும் கொண்டு வந்து எல்லோரும் இந்த ஹாலில் அசம்பிள் பண்ணி ஒரு ப்ரைஸ் கொடுக்குறது வந்து பெரிய விஷயம். அது நிறைய ரெஃப்ரிமார்களுக்கும் தெரியும். புறா டோர்னமெண்ட்டில் பங்கேற்றவங்களுக்கும் அது டோர்னமெண்ட்டில் வின் பண்ணவங்களுக்கும் எல்லாருக்கும் இந்த பிரதர்ஸ் கமிட்டி சார்பாக நான் நன்றி சொல்லிக்கிறேன். ரெண்டாவது, கோவிட்டுக்கு அப்புறம் பாலக்காடு நிறையா பேசப்படுது. கோவிட் முடிஞ்சதுக்கப்புறம் பாலக்காடு டிஸ்ட்ரிக்ட் லெவல் டோர்னமெண்ட் ஆகட்டும், நேஷ்னல் காம்படிஷன் ஆகட்டும், இது இந்தியா ஃபுல்லாக பேசப்பட்டிருந்த டோர்னமெண்ட் பார்த்திங்கன்னா இப்போ வேர்ல்டு லெவல் கொண்டு போயிட்டாங்க. எஸ்பெஷலி பாலக்காடு டிஸ்ட்ரிக்ட் தான் நிறையா படம் வந்திருக்கு. இந்த வருஷம் கூட நல்லா ரெக்கார்ட் பண்ணி கொடுத்துருக்காங்க. ஒரு 2 இயர்ஸ் பிஃபோர் கூட 28 ஹவர்ஸ் வந்திருக்கு. இந்த வருஷம் 33 ஹவர்ஸ் வந்திருக்கு. ஸோ பாலக்காடு வந்து எல்லாரும் பார்க்கக்கூடிய ஒரு ஸ்டேட்டாக டிஸ்ட்ரிக்டாக மாறி இருக்கு இப்போ. ஸோ பாலக்காடு பறக்கக்கூடிய எல்லா ஃபேன்சியர்ஸ்க்கும் நன்றி. நன்றியை தெரிவித்துக் கொள்கிறேன். எல்லா பேரெல்லாம் ഇപ്പോഴത്തെ 2 വാക്കുകളിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാണിക്കട്ടൻ പറയുന്ന വ്യക്തി ഇന്നെങ്ങനെയാണെങ്കിലും എന്റെ കുട്ടിക്കാലത്ത് പ്രാവ് ടൂർണമെന്റിന് വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ നിന്നും ഭവനുകൾ ഓരോ മത്സരത്തിനും ഭവൻ കൊടുത്ത് ഭവൻ ടൂർണമെന്റ് നടത്തിയ പാലക്കാട്ടിലെ മുൻകാലത്തിലുള്ള വ്യക്തിയാണ് മാണിക്കട്ടൻ. അതിന്റെ പേരൊരു പുള്ളിയാണ് തന്നെ. ഭവൻ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആളുകൾ മുൻപേ അറിയാം. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ നാഷണൽ ടൂർണമെന്റുകൾ നടക്കുന്ന ആ കാലഘട്ടത്തിൽ ആദ്യം 3rd, പിന്നെ 2nd, പിന്നെ 1st, അങ്ങനെ അന്നത്തെ സമയത്ത് തന്നെ അന്ന് ഈ കല്യാണമൊന്നും ടൂർണമെന്റിന്റെ ഭാഗത്തിലേക്കില്ല. പിന്നീടാണ് അവരൊക്കെ അതിൽ നിന്നും പിന്മാറുന്ന ആ ഒരു സാഹചര്യം വന്നതിന് ശേഷമാണ് ഇവിടെ നാഷണൽ ടൂർണമെന്റിൽ കല്യാൺ 238 എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റാൻലി മാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ, അതുപോലെ പാലക്കാട് ജില്ലയിൽ പ്രാവ് പറത്തൽ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനാ സാരഥികളെ, അതുപോലെ ഈ മഹത്തായ സദസ്സിനെ അതിധന്യമാക്കുന്ന
പാലക്കാട്ടിലെ പ്രിയ പ്രാവ് സ്നേഹികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബ്രദേഴ്സ് PGN ഫ്ലയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വർഷത്തെ മത്സരങ്ങളിലെ മത്സരാർത്ഥികൾക്ക് സമ്മാനദാനം നിർവഹിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങ് നടക്കുകയാണല്ലോ ഇന്ന്. ഈ അവസരത്തിൽ 2 വാക്കുകൾ സംസാരിക്കുവാനായിട്ട് അവസരം തന്ന കമ്മിറ്റി ഭാരവാഹികളോടും ടീം അംഗങ്ങളോടും എൻ്റെ ഹൃദയംഗമമായ സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ഈ അവസരത്തിൽ 1-2 വാക്കുകൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെ വിശേഷിപ്പിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ ചെറുതും വലുതുമായിട്ട് 7 കമ്മിറ്റികളാണ് മത്സരാർത്ഥികൾക്ക് സംഘടന ഒരുക്കിയിരിക്കുന്നത്. മത്സരങ്ങൾ പല വിധത്തിലുള്ള മത്സരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 7:30 അല്ലെങ്കിൽ 8:30 വരെ, അല്ലെങ്കിൽ 10 to 10, അതുമല്ലെങ്കിൽ അൺലിമിറ്റഡ്, അല്ലെങ്കിൽ ആഴ്ചപ്പന്തയങ്ങളൊക്കെ ആയിട്ട് നിരവധി മത്സരങ്ങളാണ് പ്രാവസ്നേഹികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാവ് പരിശീലകർക്ക് അവർ തങ്ങളുടെ പ്രാവുകളെ പരിശീലിപ്പിക്കുന്നതോടൊപ്പം തന്നെ പരിശീലനം നേടിയിട്ടുള്ള പ്രാവുകളെ ഏതേത് ഇനങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ സംഘടനയെ സമീപിക്കാവുന്നതും രജിസ്റ്റർ ചെയ്ത് പ്രാപ്തം നടത്താവുന്നതുമായ സാഹചര്യം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ പ്രാവ് സ്നേഹികളുമായിട്ട് സംബന്ധിച്ചതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കേരളത്തിലെ മറ്റേതൊരു ജില്ലയ്ക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ 7 കമ്മിറ്റികൾക്കും വേണ്ട ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവരും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ സേവ് അണിയറ പ്രവർത്തകരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. സംഘടനയുടെ ഈ സീസണിലെ ഒരു നേട്ടമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള നമ്മളുടെ പ്രിയ പ്രാവശ്യത്ത് ഇബ്രാഹിം പേഴുകര നേടിയെടുത്തിട്ടുള്ള വിജയമാണ്. 33 മണിക്കൂറും 28 മിനിറ്റും എന്നത് നമുക്ക് ആർക്കും തന്നെ സങ്കല്പിച്ച് അല്ലെങ്കിൽ ഊഹിച്ചെടുക്കുവാൻ പ്രയാസകരമായിട്ടുള്ള ഒരു ദൈർഘ്യമാണ് പ്രാവുകൾ പറഞ്ഞു നേടിയിട്ടുള്ളത് എന്നുള്ളത് അഭിമാനപൂർവ്വം ഓർക്കുന്നു. അതേസമയം കഴിഞ്ഞ ഏതാണ്ട് ഈ സീസണിൽ നമ്മളെല്ലാം അതിശയിപ്പിച്ച് മറ്റൊരു പറവ കാഴ്ചവെച്ചത് ശ്രീ ഫൈസൽ കവിൽപ്പാടുള്ള മത്സരാർത്ഥികളുടേതായിരുന്നു. എത്രയോ മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് ഈ വർഷത്തെ ആ റെക്കോർഡ് തിരുത്തപ്പെടുകയുണ്ടായത്. എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു പറവ തന്നെയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എല്ലാ സംഘടനകളുടെയും സൗഹാർദ്ദത്തോടെയുള്ള പ്രവർത്തനം നമ്മളുടെ പാലക്കാടിന്റെ വിജയമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. എല്ലാ ജില്ലകൾക്കും ഒരു മാതൃകയും അതുപോലെ തന്നെ അവർക്കൊരു വഴികാട്ടിയുമായിട്ടാണ് തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിലെ പ്രവർത്തകർ എന്നുള്ളത് എനിക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതുമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രഭു അവരുടെ സംഭാഷണത്തിലും പ്രസംഗത്തിലും ഇവിടെ സംസാരിക്കുകയുണ്ടായി. പാലക്കാടിലെ പ്രവർത്തനങ്ങൾ തികച്ചും പ്രശംസനാർഹമാണ് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ അവരുടെ സംഭാഷണത്തിൽ നിന്നും ഇത് പ്രയോജനം ഞാൻ പറയുകയാണ്. അവർ പറഞ്ഞത് 100% സത്യമുണ്ട്. തീർച്ചയായിട്ടും പാലക്കാട് എല്ലാ അർത്ഥത്തിലും അഭിമാനിക്കാവുന്ന ഒരു ജില്ല തന്നെയാണ്. ബ്രദേഴ്സ് PGN ഫ്ലയേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള ഈ മത്സര രംഗത്ത് പ്രശോഭിച്ചിട്ടുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഞാൻ എൻ്റെ ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ
ഈ മത്സരങ്ങളിൽ 1ാം സ്ഥാനത്തിന് അർഹനായ ശ്രീ ഇഷാൻ ശുഭനെ ഞാൻ ഓർക്കുകയാണ്. അഭിനന്ദനങ്ങൾ. കൂടാതെ ഈ ജില്ലയിലെ മറ്റ് സംഘടനാ സാരഥികൾക്കും അതിന്റെ അണിയറ പ്രവർത്തകർക്കും ടീം അംഗങ്ങൾക്കും എല്ലാ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. കൂടാതെ ഈ മഹത്തായ സദസ്സിനെ അതിധന്യമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ പ്രാവശ്യങ്ങളും പാലക്കാട്ടിലെ പ്രിയ പ്രാവശ്യകൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകളും അതുപോലെ തന്നെ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പാലക്കാട് അത് ആദ്യമായി 25 മണിക്കൂറും 55 മിനിറ്റും എടുത്ത നമ്മുടെ രാജേഷ് കറുകോടി. ഈ രാജേഷ് കറുകോടി ഈ സമയം എടുത്തപ്പോൾ ഞങ്ങൾ കരുതി ഇനി എന്തായാലും അതിന് ഓവർടേക്ക് ഭയങ്കര പാടാണ് എന്ന് കണക്കാക്കി. ഉടനെ കണ്ണുകളി നമ്മുടെ പൈസലിന് എന്നാ പിന്നെ അത് നോക്കിയിട്ട് വേറെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് 3 മാസം മുമ്പിൽ റെസ്റ്റ് എടുത്തിട്ട് രക്കപ്പെട്ട ഉപദേശ് എന്നുള്ള പേരില് 2 കൽപ്പിച്ച് രംഗത്തിറങ്ങി. അപ്പൊ 27 ചില്ലറയും ലൈനിൽ വന്നു. അദ്ദേഹം അപ്പം തന്നെ ആവർത്തിച്ച് പറഞ്ഞു, ഇനി ഈ സമയം ആര് ഓവർടേക്ക് ചെയ്യണം, അതിനുശേഷം ഞാൻ പ്രാവിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സുൽത്താൻ വേഴുങ്കര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ഓർമ്മയിൽ തന്നെ ഞാൻ സൈക്കിള് പപ്പടം വെക്കാൻ പോകുന്ന സമയത്ത് അവന്റെ വീട്ടിന്റെ മുന്നിൽ ഞാൻ നിൽക്കാറുണ്ട്. അയാൾക്കറിയില്ല ഞാൻ ആരാണെന്ന്. ഞാൻ പ്രാവിന്റെ പറവ കണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. അന്ന് മുതൽക്ക് തന്നെ അദ്ദേഹം പ്രാവിന് മത്സരത്തിന് എന്ന് പറഞ്ഞ് വളരെ ഉഷാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കാഴ്ചപ്പാടിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം ഒരു പ്രൈസ് വാങ്ങിക്കാത്ത സ്റ്റേജുകൾ വളരെ ദുർലഭമാണ്. എല്ലാ സ്റ്റേജിലും അദ്ദേഹം കയറിയിട്ടുണ്ട്. ഇതിനിടയിൽ എന്നോട് വേറൊരാൾ ചോദിക്കുന്നുണ്ടായി, എല്ലാ ടൂർണമെന്റ് കമ്മിറ്റികളും പല ഭാഗങ്ങളിൽ വെച്ച് പിരിച്ചുവിടുമ്പോൾ നിങ്ങൾ മാത്രം എന്താണ് ഈ കല്യാണം വെച്ച് പിരിച്ചുവിടുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. നമ്മൾ പറയുന്നത് നേരത്തെ ഇവിടെ ഗോൾഡ് പന്തയം, വാച്ച് പന്തയം ആ നടന്ന ടൂർണമെന്റിന് ശേഷം ഇവിടെ നമ്മുടെ 4 ആളുകൾ, ഇവിടുത്തെ മാനേജ് ഡയറക്ടറായ നമ്മുടെ അതിൽ ഒരാളായ അബ്ദാല്, അതുപോലെ തന്നെ അഫ്സർ, അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള ആഷിംക, അതുപോലെ തന്നെ ഒരാളുടെ അനിൽ, ഇവരെല്ലാം ചേർന്ന് രൂപം കൊടുത്താണ് കല്യാൺ ടൂർണമെന്റ്. ഈ കല്യാൺ ടൂർണമെന്റ് അന്ന് നടന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ പ്രദേശ് ടൂർണമെന്റ് കല്യാണം വെച്ച് മാത്രം തിരിച്ചു വിടാറുണ്ട്. കാരണം നമ്മൾക്ക് അവർ ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങള് ചെറുതല്ല. കല്യാൺ ടൂർണമെന്റ് നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കൊരു ആശയം വന്നു, ഒരു ഗോൾഡ് ടൂർണമെന്റ് വെക്കണം. അപ്പൊ നമ്മളൊരു തീരുമാനം എടുത്തു, 7 മണിക്ക് ശേഷം പറക്കുന്ന 2 പ്രാവുകൾ ആരുടെ എല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ പ്രാവുകളെ വെച്ച് ഒരു ടൂർണമെന്റിൽ 5 പേരാണ് 7 മണി താണ്ടിയതെങ്കിൽ ആ 5 മണി 7 മണി താണ്ടിയ ആ 7 കൂടുകൾക്ക് ഒരു ദിവസം വിട്ട് അതിന് പൊട്ടടിക്കുന്ന ആൾക്ക് സ്വർണം കൊടുക്കാം. അത് നമ്മൾ ഈ കല്യാണ ടൂർണമെന്റിന്റെ ആ കമ്മിറ്റി നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ട് വന്നു. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നിർത്തിവെച്ചു. അത് നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒത്തുവിട്ടിരിക്കുന്നത്. കാരണം നമ്മളെ ഈ കമ്മിറ്റി ഒരു ചെറിയ നിർദ്ദേശം എടുത്തിട്ടുണ്ട്. സാധാരണ 7 മണി കഴിഞ്ഞിട്ടുള്ള പ്രാവിനെയാണ് നമ്മൾ ഗോൾഡ് ടൂർണമെന്റ് എന്ന് കണക്കാക്കുന്നത്. ഇത്തവണ 15 മണിക്കൂർ 14 മണിക്കൂർ. ഈ 14 മണിക്കൂർ താണ്ടി പറക്കുന്ന 2 പ്രാവുകൾക്ക് ഒരു ചാൻസ്, ഗോൾഡ് ചാൻസ്. അതിപ്പോ നമ്മുടെ ടൂർണമെന്റിൽ ഒരു 7 ആളാണ് 15 മണിക്കൂർ 14 മണിക്കൂർ താണ്ടി പറക്കുന്നത് എങ്കിൽ ആ 7 കൂടുകളും ഒരു ടൂർണമെന്റിലേക്ക് വന്ന് അതിനെ ഒരു ദിവസം വിടാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. മറ്റുള്ള കമ്മിറ്റിക്കാർ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രാവ് മത്സരം ഇന്ന് നിസ്സാരമായി നമ്മൾ തള്ളിയ ഈ പ്രാവുകള് ഓൾ ഇന്ത്യ ലെവലിൽ പാലക്കാട് ജില്ലയെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സാഹചര്യം. ഇപ്പൊ തൃശ്ശൂരെടുത്ത പൂരത്തിന്റെ പേരില് ഭയങ്കരമായ പേരുള്ള രാജ്യമാണ്, മറ്റേ ജില്ലയാണ്. എന്നാൽ ഇന്ന് പാലക്കാട് പ്രാവിന്റെ പേരില് വേൾഡ് ലെവലിൽ തന്നെ
മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ പ്രാവാണ്. ആ പ്രാവിനെ വളർത്തിയത് കൊണ്ട് മാത്രം ആരും എവിടെ എത്താൻ പോകുന്നില്ല. ഒരു പ്രാവിനെ വളർത്തി അതിന് വേണ്ട ആഹാരം കൊടുത്ത്, അതിന് വേണ്ട സ്ഥലപരിചയങ്ങൾ, അതിന് വേണ്ട ലൈറ്റ് അറേഞ്ച്മെന്റുകൾ, അതിന് വേണ്ട ഫുഡുകൾ, അതിന് വേണ്ട ആളുകൾ, ഈ തൊഴിലും രാവും പകലുമില്ലാതെ വെയിലും മഴയും ഇല്ലാതെ ഉറക്കം പിടിച്ച് ഒരു കല്യാണ കാലത്തിന് പോകാൻ പറ്റില്ല. ഇതെല്ലാം അതിജീവിച്ച് അതിനൊക്കെ തരണം ചെയ്തിട്ടാണ് ഇവിടെ പാലക്കാട് ഈ നിലയ്ക്ക് വന്നിട്ടുള്ളത്. ഈ 34 മണിക്കൂറും 28 നിമിഷം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ഓരോരുത്തരും മറിഞ്ഞ് കയറി വന്നതുപോലെ തന്നെ വീണ്ടും ഈ 34 മണിക്കൂറും അടിക്കാനുള്ള ഒരു ചാൻസ് ഇതേ ഇബ്രാഹിം ഉണ്ടാക്കും എന്നുള്ളൊരു സംശയമില്ല. കാരണം ഇന്ന് പാലക്കാടിലുള്ളതില് ഇതിനു വേണ്ടി മെനക്കെടുന്ന ഏട്ടനും അനിയനും അതിനോട് കുടുംബവും സഹകരിച്ച് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സമയം ഇവിടെ കാഴ്ചവെക്കാൻ പറ്റിയത്. നമ്മൾക്ക് അതിന്റെ ഒരു റെക്കോർഡ് പാലക്കാടിന്റെ പേരിലാണ് എന്ന് നെഞ്ഞു നിവർത്തി ഓരോ വളർത്തുകാരനും പ്രാവശ്യക്കും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തെ അപ്പൊ ഈ സാഹചര്യം വരാനും ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ഉള്ള ഒരു അവസരം തന്ന നമ്മുടെ എന്റെ സഹോദരൻ ഈ കമ്മിറ്റിയും എന്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും ആദ്യമായി മൂപ്പരമ്പരെ കൂപ്പുകൈ. അടുത്തതായിട്ട് ഒരു 2 വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷിബു ഉൾപ്പെടെ കമ്മിറ്റി. പ്രിയ സഹോദരതുല്യരായിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും നമസ്കാരം. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പിതൃതുല്യരായിട്ടുള്ള അല്ലെങ്കിൽ ഗുരു സ്ഥാനത്തുള്ള എല്ലാ വ്യക്തികൾക്കും ആദ്യമേ നമസ്കാരം. അതായത് പ്രദേശ് ടൂർണമെന്റ് പിരിച്ചുവിടുന്ന സമയത്ത് അടിപൊളിയായിരിക്കും എന്ന് മുമ്പേ പറയാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വ്യക്തികൾ. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും രാകേഷ് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, എന്തായാലും ഇപ്രാവശ്യം നമ്മൾ വേറെ ലെവലായിരിക്കും. അതായത് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ബന്ധങ്ങൾ, അതായത് പല കടകളായിട്ടും ബിസിനസ് സ്ഥാപനങ്ങളായിട്ടും ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഞാൻ ഒരുപാട് സ്പോൺസർ പിടിച്ച് ഞാൻ ഇപ്രാവശ്യം എന്തായാലും അടിപൊളിയാക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആദ്യമേ ഞാൻ രാകേഷിന് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ പ്രദേശ് ടൂർണമെന്റിലെ പുതുതലമുറ ഇപ്രാവശ്യം വന്ന രാകേഷിനൊപ്പം തോളോട് തോളിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാ മെമ്പർമാർക്കും അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ കുട്ടികളുണ്ട് അതില്, ഒരു 3-4 പേര്, നമ്മുടെ ശേഖരേട്ടൻ, നാരായണൻ, അതുപോലെ ആഷിഫ്ക, അതുപോലെ വലിയേട്ടൻ, അങ്ങനെയുള്ള ആളുകൾ, അവർക്കും ഒരു അഭിനന്ദനം അറിയിക്കുന്നതാണ്. അതായത് ഇപ്പോ ഈ പ്രദേശ് ടൂർണമെന്റില് പിരിച്ചുവിടുന്ന സമയത്ത് ഞാൻ 2-3 വർഷമായി വരുന്നുണ്ട്. ഇതില് വരുന്ന സമയത്ത് പാലക്കാട് മറ്റ് ടൂർണമെന്റുകളുണ്ട്. അതില് നമ്മൾ പിരിച്ചുവിടുന്ന ആ ഒരു ഫീൽ അല്ല ഈ പ്രദേശ് ടൂർണമെന്റിൽ എനിക്ക് വരുമ്പോ അതൊരു പ്രത്യേക ഒരു സന്തോഷവും, അതുപോലെ തന്നെ എന്താണ് പഴയ കാര്യങ്ങള്, നമുക്ക് പഴയ ആളുകളിലെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അതിലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ശരിക്കും ഈ മറ്റേ ടൂർണമെന്റുകള് നമ്മളെ സംഘടിപ്പിച്ച് പിരിച്ചുവിടുന്ന സമയത്ത് ഒരു ആഘോഷമാണ്. നമ്മളെ പ്രാവശ്യങ്ങളെ സംബന്ധിച്ചുള്ള അതൊരു ആഘോഷമാണ്. എല്ലാവരും കാണാനും സംസാരിക്കാനും മുസ്ലിം പറയാനുള്ള ഒരു അവസരമാണ്. ശേഖരേട്ടൻ പറഞ്ഞു കൊറോണ കാലം. ആ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും, അതായത് എല്ലാ മേഖലയും സ്തംഭിച്ചു നിൽക്കുന്ന സമയം, പ്രളയം കൊറോണ ഒക്കെ വന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ വീട്ടില് അരി വാങ്ങാൻ വഴിയില്ല, കഞ്ഞി വെച്ച് കൊടുക്കും. നമ്മൾ ചിലപ്പോൾ പട്ടിയാണെങ്കിലും നമ്മള് പ്രാവുകൾക്ക് ബദാമും പിസ്തയും മുന്തിരി അണ്ടിപ്പരിപ്പ് അത് ഒഴിവാക്കിയിട്ടില്ല. ആ സമയത്ത് നമ്മുടെ പ്രിപ്പയർ ടൂർണമെന്റിൽ ആ സമയത്ത് 12-10 അല്ല 12-8 7 സ്ഥാനം നിൽക്കുന്നത്. 12-10 പറപ്പിച്ച ഇമ്പായിക്ക ആ സമയത്ത് 6 സ്ഥാനത്ത് വരുന്നത്. ആ സമയത്ത് എല്ലാവരും ഒരു സമയം നമുക്ക് പറപ്പിക്കാൻ പറ്റി. കാരണം നമ്മളെല്ലാവരും ആ സമയത്തും ഒരു പ്രശ്നമില്ല, നമ്മൾ പ്രാവ് പറപ്പിച്ച് നമ്മൾ അത് നോക്കി ഇരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം മുടങ്ങിയാലും എന്തൊക്കെ ചെയ്താലും നമുക്ക്, അതാണ് ഈ ഓണം പറ്റി കാണാൻ പറ്റി ഓണം എന്നും പറഞ്ഞ പോലെ നമുക്ക് ഈ സംവിധാനം നമുക്ക് എന്ത് ദാരിദ്ര്യമാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആ തെളിയിച്ചതാണ് ഈ മറ്റേ കൊറോണ കാലവും. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രളയം ഇതൊക്കെ വന്നത്, പ്രകൃതി നമുക്ക് നേരെ തിരിച്ച് വിപരീതമായാലും നമുക്ക് പ്രാവ് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ ഈ ഊർജ്ജസ്വലരായിട്ട് ഈ വയസ്സ്, ഈ പ്രായത്തിന് 90-100 വയസ്സായിട്ട് ഇവര് ഇപ്പോഴും അതുപോലെ പ്രാവിന്റെ ബാഗ്. കഴിഞ്ഞ പ്രാവശ്യം ചേരേണ്ടത് പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ശേഖരേട്ടാ അത് വേണ്ട, അടുത്ത വർഷം വേണം, നമ്മൾ പണ്ടേ നിന്ന് പോയി കഴിഞ്ഞാൽ അവസ്ഥ പുതിയ തലമുറ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിർത്തിയും പറഞ്ഞു. പുതിയ തലമുറ അതേപോലെ ഉണ്ടാക്കി ഇപ്രാവശ്യം അത് ഗംഭീരമായിട്ട് പരിപാടി നടത്തി. പക്ഷെ ഇവര് 3 പേര് 4 പേര് ഈ വർഷം ഒഴിവാകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നമുക്ക് ഈ ചാവണ വരെയും അല്ലെങ്കിൽ മരിക്കുന്ന നമ്മൾ മൺമറഞ്ഞ് പോകുന്ന വരെയും നമുക്ക് പ്രാവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് അടുത്ത വർഷം ഇതേപോലെ ഊർജ്ജസ്വലരായിട്ട് ഈ കമ്മിറ്റിയിൽ അവർ വേണം, അത് ഉണ്ടാവുന്നതിന്റെ ഞാൻ ഉറപ്പ് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരോടും ഈ വ്യക്തികളോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇതിൽ നിന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ പരിപാടി നടത്തിയ എല്ലാ മെമ്പർമാർക്കും ഒരിക്കൽ കൂടി ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അടുത്തതായി നമ്മുടെ മെയിനായിട്ട് അതിഥി അജി സാർക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് അജി സാറ് പുറത്തു പോവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഫസ്റ്റ് പ്രൈസ് നമുക്ക് സമ്മാനദാന ചടങ്ങിലേക്ക് മുന്നോട്ട് പോവാണ്. അജി സാറിനെ ഒന്നാം സമ്മാനം കൊടുക്കാനായിട്ട് പ്രഭുവിനെയും ജ്ഞാനശേഖരാമനെയും നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായ എല്ലാവരെയും തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുന്നു. ഷിബുവിടെ ഇഷാൻ ഷിബു പുതുക്കിയായ 1ാം സ്ഥാനത്തേക്ക് നമുക്ക് സ്വീകരിക്കുന്നതാണ്. അതേപോലെ തന്നെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ഒരു മെഡലും അതിടാനായിട്ട് കമ്മിറ്റിക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്ക് ട്രോഫി സ്പോൺസർ ചെയ്തത് ശ്രീശാന്ത എലക്ട്രിക്കൽസ്, ശ്രീസ്വാമി എലക്ട്രിക്കൽസ് കോയമ്പത്തൂരാണ്. അവരിനാണ് നമുക്ക് ട്രോഫി സ്പോൺസർ ചെയ്തത്. ബാക്കിയുള്ള ട്രോഫീസ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമ്മൻ എഞ്ചിനീയറിംഗ്, KMR ട്രേഡേഴ്സ്, പിന്നെ നമുക്ക് 5ഉം 6ഉം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുപമ ചിറ്റൂര്. ഇവരൊക്കെയാണ് നമുക്ക് ട്രോഫി സ്പോൺസർ ചെയ്തത്. ഇത്രയും കൂടുതൽ ട്രോഫി സ്പോൺസർ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ടൂർണമെന്റിലേക്ക് ബാക്കി എല്ലാവർക്കും തന്നെ നമുക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കാൻ തന്നെ കാരണം. ട്രോഫി സ്പോൺസർ കിട്ടിയത് നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് കിട്ടി. അപ്പൊ നമ്മള് 1 മുതൽ 10 വരെയായിരുന്നു നമ്മുടെ പ്രൈസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമ്മളൊരു ചേഞ്ച് വരുത്തിയിട്ട് 1 മുതൽ 21 വരെയും 12 മണിക്കൂറിന്റെ മുകളിൽ പറഞ്ഞിട്ടും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ട്രോഫീസും നമ്മൾ കൊടുക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് പൊന്നാടിയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മിറ്റിയില് 4 അംഗങ്ങളുടെ 4 മൂർത്തികളെ നമ്മൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഓരോരുത്തരായിട്ട് നമ്മൾ പൊന്നാടിയിട്ടിട്ട് എല്ലാ കമ്മിറ്റിക്കാരെയും നമ്മൾ അതിഥികളായിട്ട് ക്ഷണിച്ച് തന്നെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. നാഗരാജാട്ടൻ, വലിയേട്ടൻ, ചേരാട്ടൻ, ആശിക്കും കൂടിയിട്ട് ഓരോരുത്തരെ പ്രഭു സുകുമാർ കുനിയമുത്തൂർ, മാണിക്കട്ടെ സെഞ്ചോളൂ, സ്റ്റാലിൻ മാഷിനെ ക്ഷണിച്ചോളൂ, രാജകുമാരൻ അയ്യൂർക്കാരെ ക്ഷണിച്ചോളൂ, വേണ്ടി 8 കമ്മിറ്റികൾക്കൂടി ആരംഭിച്ച സേഫ്റ്റി കമ്മിറ്റിയിലെ 8 കമ്മിറ്റിയിൽ എല്ലാ അതിഥികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി SPVT വണ്ടക്കര കമ്മിറ്റിയിലെ സുരേഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശിവനന്റെ പത്രിക മെമ്മോറിയൽ ടൂർണമെന്റിലെ സുരേഷൻ,
ബ്രദേഴ്സ് കമ്മിറ്റിയിലെ ഫൈസലിക്ക, റിയാസിക്കനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. നിസാർക്കാനെയും ക്ഷണിച്ചു കൊള്ളുന്നു. കഞ്ചിക്കോട് ടൂർണമെന്റിലെ ഉണ്ണികൃഷ്ണനെ നമ്മൾ ക്ഷണിച്ചു കൊള്ളുന്നു. പാലക്കാട് ഡിസ്ട്രിക്ട് PGA ടൂർണമെന്റ് വെണ്ണക്കരയിലെ സുരേഷ് അച്ഛനെ ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്തതായി മാപ്പുള്ളിക്കാവ് ടൂർണമെന്റ് രാജേഷ് അച്ഛനെ ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്തതായി പാലക്കാട് ഡിസ്ട്രിക്ട് PGA അസോസിയേഷൻ ഷെഫീഖാനെ ക്ഷണിച്ചു കൊള്ളുന്നു. സജീവ് ബാബു കമ്മിറ്റി സജീവ് ബാബു അടുത്തതായി പുതുക്കാരി കമ്മിറ്റിയുടെ എക്കാലത്തെയും രാജാവായ ശിവനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഉൾപ്പെടെ അവിടെ മുഖ്യ അതിഥിയായ ഇബ്രാഹിം പേഴുകരെ ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ ടൂർണമെന്റ് വിജയത്തിലേക്ക് നയിപ്പിച്ച 3 റഫറിമാരെയും നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. സുരാട്ടൻ, മണിയാട്ടൻ, ജയകുമാരാട്ടൻ 3 പേരെയും നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്തതായി സുരാട്ടിനെ ക്ഷണിച്ചോളൂ. അടുത്തതായി ജയകുമാരാട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ടൂർണമെന്റിന്റെ വിജയശില്പികളാണ് ഇവരേതാ പറയണ അതാ കമ്മിറ്റി അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. നല്ല രൂപത്തിൽ നമ്മുടെ ടൂർണമെന്റിനെ വിജയിപ്പിക്കാൻ വേണ്ടി 7 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ 4:30 മണിക്കെങ്കിലും ഗണിച്ചാൽ മാത്രമാണ് ഓരോരോ ഭാഗത്തേക്ക് അവർക്ക് എത്താൻ കഴിയുകയുള്ളൂ. ആ എല്ലാ വിഷമങ്ങളും സഹിച്ചുകൊണ്ട് തണുപ്പും കാറ്റും മഴയും വെയിലും എല്ലാം അതിജീവിച്ചുകൊണ്ട് സമയങ്ങളിൽ എത്തുകയും ആ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന നമ്മുടെ ബ്രദേഴ്സ് ടൂർണമെന്റ് റഫറിമാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജയക്കേക്ക്. അടുത്ത പോലെ ഞാൻ ഉണ്ടായില്ല. 21ാം സ്ഥാനം നയിച്ച രതീഷ് രഘു മോഴിപുരം 12 മണിക്കൂർ 10 മിനിറ്റ്. ഇരുപതാം സ്ഥാനത്തിലേക്ക് നയിച്ച കൃഷ്ണദാസ് കടുക്കാറുന്ന 12 മണിക്കൂറും 13 മിനിറ്റും. പത്തൊമ്പതാം സ്ഥാനമായ ജാക്വാൻ പ്രദേശ് കൊഴിഞ്ഞാമ്പാറയ്ക്ക് കൊടുക്കാനായി കമ്മിറ്റി അംഗങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷാരടാ കുറച്ച് നീങ്ങി. 18ാം സ്ഥാനത്തിലേക്ക് റിയാസ് ജയിലട് 12 മണിക്കൂറും 16 മിനിറ്റും വൈസലിക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. റിയാസ് ജയിലട്. ഓക്കെ. 17ാം സ്ഥാനത്തിലേക്ക് ഇസ്മയിൽ പള്ളിക്കുളം 12 മണിക്കൂറും 18 മിനിറ്റും ഇസ്മയിൽ പള്ളിക്കുളം 17ാം സ്ഥാനത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
16-ാം സ്ഥാനം 12 മണിക്കൂറും 23 മിനിറ്റും. സാബു പേര് 15-ാം സ്ഥാനത്തിലേക്ക് നീലിക്കാടിന്റെ രാജാവ് അയ്യൂബ് നീലിക്കാട് 15-ാം സ്ഥാനം 12 മണിക്കൂറും 28 മിനിറ്റും. അയ്യൂബിക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വലിയ ക്ഷണിച്ചുകൊള്ളുന്നു. പതിനാലാം സ്ഥാനം വെറൈറ്റി കൊടിനി കണ്ണേങ്കാവ് അസ്കരക്ക. വെറൈറ്റി കൊടിനി കണ്ണേങ്കാവ് 12 മണിക്കൂറും 34 മിനിറ്റും. നാഗരാജനെയും പൈസലിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അത് അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പതിമൂന്നാം സ്ഥാനം സുജിത് സുഭാഷ് ശങ്കോർമേട് 12 മണിക്കൂറും 54 മിനിറ്റും. സമ്മാനം കൊടുക്കാനായി ലത്തീഫിക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ലത്തീഫിക്ക് സമ്മാനം കൊടുക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. 12-ാം സ്ഥാനം ഷൺമുഖൻ അയ്യൂബ് തിരുവല്ലായിപ്പാളയം 13 മണിക്കൂറും 41 മിനിറ്റും. 12-ാം സ്ഥാനത്തിലേക്ക് ഷൺമുഖൻ അയ്യൂബ് തിരുവല്ലായിപ്പാളയം 13 മണിക്കൂറും 41 മിനിറ്റും. ഇസാഖിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നേരത്തെയും ക്ഷണിച്ചുകൊള്ളുന്നു. പതിനൊന്നാം സ്ഥാനത്തിലേക്ക് രാജേഷ് കറുവടി 14 മണിക്കൂറും 26 മിനിറ്റും. രാജേഷ് കറുവടി 11-ാം സ്ഥാനത്തിലേക്ക് രാജേഷ് കറുവടിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചേർന്ന് 10-ാം സ്ഥാനത്തിലേക്ക് സമ്മാനം കൊടുക്കാനായി പൈസലിനെയും ഇബ്രാഹിമിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ജിജുശ്രീ കറുവടി 10-ാം സ്ഥാനം 14 മണിക്കൂറും 40 മിനിറ്റും. ജിജുശ്രീ കറുവടി. ഒൻപതാം സ്ഥാനം അസ്നാർ പള്ളിക്കുളം 14 മണിക്കൂറും 49 മിനിറ്റും. ഓക്കെ കൊടുക്കാനായി സ്റ്റാലിൻ മാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശേഖരൻ കള്ളിക്കാട് 15 മണിക്കൂറും 6 മിനിറ്റും. ശേഖരൻ കള്ളിക്കാട് 8-ാം സ്ഥാനം 15 മണിക്കൂറും 6 മിനിറ്റും. ഏഴാം സ്ഥാനം ജാക്പിരി ബ്രദേഴ്സ് നെൽക്കൊമ്പ് 15 മണിക്കൂറും 8 മിനിറ്റും. ജാക്പിരി ബ്രദേഴ്സ് നെൽക്കൊമ്പ്. അയ്യൂബ് ഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചേർന്ന് ആറാം സ്ഥാനം സമ്മാനം കൊടുക്കാനായി ഇടിപ്പിട്ടി വന്നകര സുരേഷിനെയും മണപ്പുളിക്കാട് ടൂർണമെന്റ് രാജേഷിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. 6-ാം സ്ഥാനത്തിലേക്ക് ഷമീർ നിയർ സംഘം ഹോസ്പിറ്റൽ 15 മണിക്കൂറും 18 മിനിറ്റും.
മിനിറ്റും, ഷമീർ നിയർ തങ്ക ഹോസ്പിറ്റൽ വായിക്കുന്ന ആൾക്ക് കഴിഞ്ഞു 15 മണിക്കൂറും 18 മിനിറ്റും. NAMG ലോക്ക് കഞ്ചിക്കോട് 16 മണിക്കൂറും 2 മിനിറ്റും. അതേ നമ്മുടെ കണ്ണൂരിലെ 16 മണിക്കൂറും 2 മിനിറ്റും. NAMG ലോക്ക് കഞ്ചിക്കോട്. അടുത്തതായി സമ്മാനം കൊടുക്കാനായി പ്രഭു സുകുമാർ കുടിമുത്തലിനെയും ജ്ഞാനശകലനെയും മാണിക്കലിനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുത്തു. 4ാം സ്ഥാനം റെവല്യൂഷൻ കിങ്സ് കഞ്ചിക്കോട്. അതേ ഉണ്ണിയാട്ടിന്റെ റെവല്യൂഷൻ കിങ്സ് കഞ്ചിക്കോട് 16 മണിക്കൂറും 18 മിനിറ്റും. എല്ലാവരും ക്ലാപ്പ് അടിച്ച് വിജയിപ്പിക്കുക. ട്രോഫി സ്പോൺസർ ചെയ്തത് അനുപമ ഇൻസ്റ്റിറ്റ്യൂട്ട്. 1, 2, 3 ട്രോഫി സ്പോൺസർ ചെയ്തത് ശ്രീശാസ്ത്ര ഇലക്ട്രിക്കൽ, ശ്രീസ്വാമി ഇലക്ട്രിക്കൽ, അരുൺ കോയമ്പത്തൂരാണ്. നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 3ാം സ്ഥാനത്തിലേക്ക് അലി മള്ളാഞ്ചേരി. അലി മള്ളാഞ്ചേരി 16 മണിക്കൂർ 44 മിനിറ്റും. അലി മള്ളാഞ്ചേരി. ഫർഹാൻ മലക്കപ്പുറത്തിൽ 2ാം സ്ഥാനമായ ഫർഹാൻ മലക്കപ്പുറത്തിൽ 14 മിനിറ്റും. ഫർഹാൻ മലക്കപ്പുറത്തിലെ ആ പടിമുറ്റ ട്രോഫി അത് ശരിയാ. ട്രോഫി കുറച്ച് താഴ്ത്തടാ ബാബു, ട്രോഫി കുറച്ച് താഴ്ത്തടാ ബാബു. ട്രോഫി താഴ്ത്തി, ട്രോഫി മാത്രം കുറച്ച് താഴ്ത്തി. നമുക്ക് നമ്മുടെ ടൂർണമെന്റിലേക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ അറിയിച്ചതാണ്. രതീഷ് മേട്ടുപാളയം ഇബ്രാഹിമിന് വേണ്ടി ഫ്രണ്ട് ഷായരേട്ടാ
ഈ വർഷത്തെ ഏറ്റവും മികച്ച സംഘാടകത്തിന് ഉള്ള ഒരു ട്രോഫി രാകേഷിന് ഇബ്രാഹിം കൊടുക്കുന്നതാണ്. എല്ലാവരും വലിയ ആഗ്രഹമാണ് 20 മണിക്കൂർ മേലെ പഠിപ്പിക്കാനുള്ളത്. 3 വ്യക്തികളെ 20 മണിക്കൂർ മേലെ പഠിപ്പിച്ചിട്ട് അവർക്കൊരു അഭിനന്ദനം ഞാൻ കൊടുക്കാം. അത് പറയാൻ വിട്ടുപോയതാണ്. ഒന്ന് കൃപ തിരുനെല്ലായി 20 മണിക്കൂർ മേലെ പഠിപ്പിച്ചിട്ട്, അതുപോലെ മണികണ്ഠൻ ഒതുങ്ങോട് അതല്ല, അവർക്കൊരു അഭിനന്ദനം കൊടുക്കുക. അതുപോലെ 20 പോയി 30 മണിക്കൂർ മേലെ പഠിപ്പിച്ച നമ്മളെല്ലാവരും പാലക്കാടിന്റെ അഭിമാനമായ ഇബ്രാഹിം പേഴക്കര. അതുപോലെ തന്നെ ഇനി വരും വർഷങ്ങളിൽ പഠിപ്പിക്കാതിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ 2 വ്യക്തികളെ അടുത്ത വർഷം 30 മണിക്കൂർ മേലെ 33 മണിക്കൂർ മേലെ പഠിപ്പിക്കുമ്പോൾ ഫൈസലിന്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നാഗരാജൻ പറയുന്നതിന്റെ മുമ്പ് അടുത്ത വർഷം പഠിപ്പിക്കുന്നത് ചിരഞ്ജീവിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാതെ വെറുതെ പറഞ്ഞാൽ എന്തായാലും ധാരാളം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നാഗരാജനും അത് മറ്റുള്ള എല്ലാവർക്കും ഇനി പറപ്പിക്കാനുള്ള ആഗ്രഹങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പാലക്കാടിൻ്റെ പുതിയ പറവ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. ടിൽ ദെൻ ബൈ.